നമസ്കാരം. എല്ലാ വ്യക്തികളും ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഒന്നിലധികം രാജ്യത്തെയോ പൗരന്മാരാകും. ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് മറ്റൊരു രാജ്യത്തെ പൗരത്വം തുടരാൻ സാധ്യമല്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനെയല്ല. ആ രാജ്യങ്ങളിലെ പൗരത്വമുള്ളവർക്ക് മറ്റൊരു രാജ്യത്തെ പൗരത്വം തുടരുന്നതിന് തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നോ അതിലധികമോ പൗരത്വമുള്ളവരായിരിക്കും എല്ലാ മനുഷ്യരും. ഈ പൗരത്വമാണ് അയാളുടെ ഐഡൻറ്റിറ്റി. ഒരു പൗരൻ ഏത് രാജ്യത്തെ പൗരനാണോ ആ രാജ്യത്തിൻ്റെ നിയമം അയാൾ ലോകത്ത് എവിടെയാണെങ്കിലും ബാധകമാണ്. ഒപ്പം മറ്റൊരു രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തെ നിയമവും ബാധകമാണ്. അല്ലാതെ ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ നിയമങ്ങളും ലോകത്തെ എല്ലാ പൗരന്മാർക്കും ബാധകമല്ല. അതുകൊണ്ടാണ് ലോകം സമാധാനത്തോടെ പോകാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ പല കരാറുകളും ധാരണകളും എത്തുന്നത്. മനുഷ്യാവകാശ നിയമങ്ങളും സൈബർ സുരക്ഷാ നിയമങ്ങളും ഇൻ്റർനാഷണൽ കുട്ടിക്കടത്തുമൊക്കെ നിയന്ത്രിക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇത്തരം അന്താരാഷ്ട്ര നിയമനിർമ്മാണങ്ങളിലൂടെയാണ്. ഇത്തരം പോളിസികൾ അന്താരാഷ്ട്ര ഏജൻസികൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അതിനനുസൃതമായി നിയമം നിർമ്മിക്കുന്നത് അതാത് രാജ്യങ്ങളാണ്. എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടായ്മ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN ആണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കേസ് എടുക്കാനോ അന്വേഷിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ മുൻകൈയിൽ ലോക കോടതി സ്ഥാപിച്ചത്. ഹേഗ് ആസ്ഥാനമായി 2 നിയമ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് ICJ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതാണ് ലോക കോടതി എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇത് രണ്ടും ഫലപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ രാജ്യങ്ങളൊക്കെ ഈ കോടതികൾക്കും വിധേയമാണ്. എന്നാൽ ഇത്തരം കോടതികൾ ആരുടെയെങ്കിലുമൊക്കെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വിധികൾ പുറപ്പെടുവിച്ചാൽ ഏതെങ്കിലും ഒരു രാജ്യം അത് ഗൗനിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അമേരിക്കയ്ക്കെതിരെയും റഷ്യക്കെതിരെയും മുൻപ് ലോക കോടതി വിധി പ്രഖ്യാപിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്. ആ തെറ്റ് വീണ്ടും ICJ എന്ന ലോക കോടതി ആവർത്തിക്കുന്നു. ഇന്നലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ഇടക്കാല വിധി പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരായാണ്. സൗത്ത് ആഫ്രിക്ക നൽകിയ ഇസ്രായേലിനെതിരായുള്ള വംശഹത്യ ജനോസൈഡ് കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ പ്രാഥമികമായ ഒരു വിധി പ്രഖ്യാപിച്ച് റാഫയിൽ ബോംബിടുന്നതും യുദ്ധം ചെയ്യുന്നതും നിർത്തിവെക്കണമെന്ന് ICJ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മനാഫ് എന്ന ലെബനൻകാരനാണ് ICJ കോടതിയുടെ പ്രസിഡന്റ്. അദ്ദേഹം അടക്കം ലോകത്തെ 15 ജഡ്ജിമാരാണ് ICJ കോടതിയിൽ വിധി പ്രഖ്യാപിച്ചത്. ഫലസ്തീൻ ജനതയെ വംശഹത്യ ചെയ്യുന്നു എന്നാണ് ദക്ഷിണാഫ്രിക്ക ICJ കോടതിയിൽ ഇസ്രായേലിനെതിരെ നൽകിയ ഹർജിയിൽ പറയുന്നത്. അതിൽ തീർപ്പ് കൽപ്പിക്കാൻ വർഷങ്ങൾ എടുത്തെന്ന് വരാം. എന്നാൽ ഇടക്കാല വിധിയായി ICJ ഇസ്രായേലിനോട് റാഫയിൽ ബോംബിടുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഗാസയിലെ ഒരു നഗരമാണ് റാഫ എന്ന് എല്ലാവർക്കും അറിയാം. ICJയുടെ ഉത്തരവനുസരിച്ച് റാഫ ഒഴികെയുള്ളിടത്ത് ഇസ്രായേലിന് യുദ്ധം തുടരാം. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗാസയിൽ ഒരിടത്തും ബോംബിടരുതെന്നും ICJയ്ക്ക് ഉത്തരവിടാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ഗൗനിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് റാഫയിൽ മാത്രം ബോംബിടരുതേ എന്ന് പ്രഖ്യാപിച്ചത്. വാസ്തവത്തിൽ ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ് ഈ വിധി. എക്കാലത്തും ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞ് പണി വാങ്ങുകയും അതിന് പേരിൽ പിരിവെടുക്കുകയും ചെയ്യും. പിന്നീട് ഇസ്രായേൽ പതിയെ യുദ്ധം അവസാനിപ്പിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആയിരക്കണക്കിന് പേരെ കൊന്നു തള്ളിയതും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയതും. ഇതോടെ പഴയതുപോലെയല്ല, ഹമാസിനെ ഇല്ലാതാക്കിയ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന വാശിയിൽ അന്നു മുതൽ ബോംബിടുകയാണ് ഇസ്രായേൽ. ബോംബിടയിൽ ആരംഭിച്ച് 8 മാസമായിട്ടും ഇസ്രായേലിന് ലക്ഷ്യം കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഫലസ്തീൻ ജനതയുടെ ദുരിതം തുടരുകയുമാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും വിജയിക്കുന്നില്ല. വിജയിക്കണമെങ്കിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്നവരെ വിട്ടുതന്നേ മതിയാവൂ എന്ന് ഇസ്രായേൽ വാശി പിടിക്കുന്നു. എന്നാൽ അവരെ വിട്ടുകൊടുത്താൽ തങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഹമാസ് അവരെ ഒട്ട് വിട്ടുകൊടുക്കുന്നുമില്ല. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞിട്ടും ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഉപേക്ഷിക്കാനും ഒരുങ്ങിയില്ല. അങ്ങനെയാണ്
ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ICJ ഇസ്രായേലിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നത്. പക്ഷേ പുല്ലുവില പോലും കൊടുക്കുന്നില്ല ICJയുടെ വിധിക്ക് എന്ന് തെളിയിച്ചുകൊണ്ട് വിധി വന്ന ഉടൻ തന്നെ റാഫയിൽ തുടർച്ചയായി ഇസ്രായേൽ ബോംബിട്ടു. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആ ജനത തങ്ങളെ ചുമതലപ്പെടുത്തിയെന്നും ആ പരമാധികാര സംരക്ഷണത്തിന് വേണ്ടി കടന്നുകയറ്റക്കാരെ ഇല്ലാതാക്കാനുള്ള ദൃഢപ്രതിജ്ഞയിൽ നിന്നും ഒട്ടും പിന്നോട്ട് മാറില്ല എന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെ ഒരേ ശ്വാസത്തിൽ പറയുന്നത്. ICJയുടെ വിധി വന്നിട്ട് തെല്ലും കൂസാതെ ഇസ്രായേൽ റാഫയിൽ ബോംബാക്രമണം കനപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ICJ പറഞ്ഞത് ഇസ്രായേൽ പുല്ലുവില കൊടുത്തു എന്നർത്ഥം. അല്പം പോലും ഗവനിക്കാതെയാണ് ഇസ്രായേൽ യുദ്ധവുമായി മുമ്പോട്ട് പോകുന്നത്. ICJ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയം ജാഗ്രത കുറവോടെ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഹേഗിൽ തന്നെയുള്ള ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2 ഹമാസ് ഭീകരർക്കൊപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെയും വാറന്റ് പുറപ്പെടുവിക്കാൻ ശ്രമം നടത്തുന്നതിൻ്റെ കലിപ്പ് മാറുന്നതിന് മുൻപ് ഇങ്ങനെയൊരു വിധി വന്നതോടെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇസ്രായേലിനെ തടയാൻ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല. പിന്നെ എന്തിനായിരുന്നു സ്വയം നാറാനും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇങ്ങനെയൊരു ഉത്തരവിട്ടത്? ICJയുടെ ഉത്തരവിന് ഒരു വിലയുമില്ലെന്നും ആരും ഗവനിക്കില്ല എന്നും തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ധൃതി പിടിച്ചുള്ള ഈ ഉത്തരവ്. ഇസ്രായേൽ അത് പാലിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെ ICJയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ ചെന്നുപെട്ടാൽ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലോ ഇസ്രായേൽ മണ്ണിലോ കടന്നു കയറി ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ലാതിരിക്കവേ ICJ എന്തിനാണ് സ്വയം ഇങ്ങനെ ചെറുതാകാൻ നിന്നുകൊടുത്തത്? ഈ വിധി ഇങ്ങനെ ആയതോടെ കേരളത്തിലെ ലോകായുക്തയുടെ ഗതികേടിലേക്ക് ICJ എന്ന ലോകരാഷ്ട്രങ്ങളുടെ കോടിക്കണക്കിന് രൂപ തിന്നുന്ന നിയമ സംവിധാനം മാറുകയാണ്. ആർക്കും പ്രയോജനമില്ലാത്ത ഇത്തരം വെള്ളാനകളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്.